ഇത്തവണത്തെ IPL ലേലം കൊണ്ടും പിന്നെ ഈ ഫ്രാഞ്ചൈസിന്റെ വലിയ കോടിക്കണക്കിന് രൂപയുടെ വിൽപ്പന കൊണ്ടുമൊക്കെ വളരെ ശ്രദ്ധേയമായ ഒരു അവസ്ഥയിലാണ് തുടങ്ങുന്നത്. ഒരു പ്രഡിക്ഷനൊന്നും സമയമായിട്ടില്ല. എന്നാൽ പോലും പഴയ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പം റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ആയാലും കൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയാലും ചെന്നൈ സൂപ്പർ കിങ്സ് ആയാലും ഒക്കെ തന്നെ മുംബൈ ഇന്ത്യൻസ് ആയാലും ഒക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ടീമിനകത്ത്. മാത്രമല്ല നമ്മളിപ്പം കേരളത്തിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി നോക്കുന്നത് CSKയുടെ ഇതാണ്. അത് കാരണം മാത്രമല്ല ഇന്നിപ്പം ഇന്ത്യയിലെ ഏറ്റവും തിളക്കമാർന്ന 2020 ബാറ്റ്സ്മാൻ ആയിട്ട് നിൽക്കുന്നത് സഞ്ജു ആണ്. അപ്പം ആ രീതിയിൽ നമ്മളൊരു തുടക്കത്തിന് മുമ്പുള്ള ഒരു പ്രിവ്യൂ, ഒരു ജനറൽ പ്രിവ്യൂ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ദിലീപ് എന്തൊക്കെ സാധ്യതകളാണ് കാണുന്നത്? ഈ തവണ വലിയൊരു മാറ്റം എന്താന്ന് പറഞ്ഞാല് ബോളർമാർ ഇല്ല. അധിക ടീമിനുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇതെപ്പോഴും IPL കളിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര സീസണിന്റെ അവസാനം. അന്താരാഷ്ട്ര സീസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലത്തെയും പിന്നെ സദേൺ ഹെമിസ്ഫിയറിൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, സൗത്ത് ആഫ്രിക്ക ഇവിടെയൊക്കെ സീസൺ അവസാനിക്കുമ്പോഴാണ് IPL കളിക്കുക. ഇംഗ്ലണ്ടിലത്തെ സീസൺ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ്. സാധാരണ കളിക്കാര് കുറച്ച് ക്ഷീണിച്ചിട്ടാണ് വരാറ് മിക്ക സീസണും. പക്ഷെ ഇത്തവണ ഈ സാധാരണയുള്ള മാച്ചുകൾ കൂടാതെ ഒരു T20 ലോകകപ്പും കൂടി നടന്നു. അപ്പൊ അതൊരു വേറൊരു വർക്ക് ലോഡ് ആയിരുന്നു. അപ്പൊ അത് കാരണം ഇപ്പൊ ഏത് സ്ക്വാഡ് നോക്കിക്കഴിഞ്ഞാലും പരിക്കാണ്. ഇപ്പൊ RCBയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ ജോഷ് ഹേസൽവുഡ് എപ്പോ കളിക്കുന്ന ആർക്കും അറിയില്ല. സൺറൈസേഴ്സിന്റെ ക്യാപ്റ്റനായ പാറ്റ് കമ്മിൻസ് ഇപ്പൊ ക്യാപ്റ്റൻസി തൽക്കാലം ഇഷാൻ കിഷന് കൊടുത്തിട്ട്, ഇന്നലെ ഞാൻ കണ്ടത് കമ്മിൻസ് empty നെറ്റിൽ ബോൾ എറിയായിരുന്നു. പക്ഷെ ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് ഞാൻ മേയ്ക്ക് മുമ്പ് കളിക്കില്ല. കളിക്കുകയാണെങ്കിൽ മേയിലുള്ള മാച്ചസും ഫൈനലും ഇത് മാത്രമേ കളിക്കുള്ളൂ. അതേപോലെ ഇപ്പൊ സ്റ്റാർക്ക് ഡൽഹിയുടെ ആദ്യത്തെ കുറച്ച് കളി കളിക്കില്ല. ലോക്കി ഫെർഗുസൺ പഞ്ചാബിന് വേണ്ടി ആദ്യത്തെ കുറച്ച് കളി കളിക്കില്ല. മറ്റേ ശ്രീലങ്കയിൽ നിന്നുള്ള പതിരാണ് എപ്പോ KKRന് കളിക്കുന്ന ആർക്കും അറിയില്ല. വേറെ പലരും നേത്തൻ എല്ലിസ് ഒക്കെ CSKയുടെ സീസൺ തന്നെ പുറത്താണ്. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. എല്ലാ ടീമിനും ഇപ്പൊ എവിടുന്നാണ് ബോളർമാരെ കിട്ടുക? എല്ലാവരുടെയും നമ്മൾ ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ബാറ്റിംഗ് ആണ് ഏകദേശം എല്ലാ ടീമിലും. പക്ഷെ പിന്നെ 11 നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ആരാ വിക്കറ്റ് എടുക്കാൻ പോണെന്ന് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെന്നൈ ഏതാണ്ട് ഒരു കേരളത്തിന്റെ ടീമായി മാറുന്നൊരവസ്ഥയാണല്ലോ. അപ്പൊ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കാരണം അന്ന് ദിലീപ് പറഞ്ഞിരുന്നു, കാരണം ധോണിയുടെ ഒരു മെന്റർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയായാലും സഞ്ജുവിന്റെ ഒരു ബ്രൈറ്റർ ഫേസ് ആയിരിക്കും ഇനിയിപ്പം ക്രിക്കറ്റിൽ വരാൻ പോകുന്നുള്ളത്. അപ്പോൾ ഈ മാത്രമല്ല ഇത്രയും ഫോമിലും ഇത്രയും ശ്രദ്ധേയനായിട്ടുമൊക്കെ ഒരു IPL സീസൺ സഞ്ജു തുടങ്ങുന്നതും ആദ്യമായിട്ട്. അപ്പൊ എന്തായിരിക്കും സഞ്ജുവിനകത്തേക്കുള്ള ഫോക്കസ്? എന്തായിരിക്കും സഞ്ജുവിന് ഏറ്റവും പറ്റിയ അന്തരീക്ഷമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്? എന്താ വെച്ചാൽ അത് ഏറ്റവും ശാന്തമായിട്ടുള്ളൊരു ഫ്രാഞ്ചൈസ് ആണ്. അതിപ്പോ ജയ ആയാലും തോൽവി ആയാലും അവർ ഒരിക്കലും ഓവർ റിയാക്ട് ഇല്ല. അതിപ്പോ ധോണി ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഇപ്പൊ ക്യാപ്റ്റൻ അല്ലെങ്കിലും ധോണിയുടെ ടീമാന്ന് എല്ലാവർക്കും. കോച്ചായ സ്റ്റീവൻ ഫ്ലെമിങ്ങും അതേപോലെയാണ്. മാനേജ്മെന്റ് ആരും ഓവർ റിയാക്ട്, കാശി വിശ്വനാഥൻ ഇവരൊക്കെ കുറെ നീണ്ട കാലമായിട്ട് ക്രിക്കറ്റിലെ അനുഭവമുള്ള ആൾക്കാരാണ്. അപ്പൊ അവരൊന്നും 1-2 തോൽവി കാരണോ അതോ ഒരു ബാറ്റ്സ്മാൻ 2 മാച്ച് ഫെയിൽ ചെയ്തോണ്ടോ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പൊ സഞ്ജുവിന് ശരിക്കും പോയി റിലാക്സ്ഡ് ആയിട്ട് കളിക്കാൻ പറ്റും. വേറെ ചില ഫ്രാഞ്ചൈസിൽ അങ്ങനെ ആവണമെന്നില്ല മാറിക്കഴിഞ്ഞാൽ. അപ്പൊ അത് പറ്റിയൊരു അന്തരീക്ഷമാണ്. പിന്നെ ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാല് CSKക്ക് കുറെ ഫാൻസ് ഉണ്ട് മുംബൈ, കേരളത്തിൽ നിന്ന്. ആ ധോണി ഫാക്ടറൊക്കെ കാരണം. സഞ്ജുവിന്റെ ഒരു ഫ്യൂച്ചർ ഈ IPL എങ്ങനെയായിരിക്കും ദിലീപ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്? സഞ്ജുവിന്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഋതുരാജ് ഗേക്വാഡ് ആണ് ഫ്രാഞ്ചൈസ് ക്യാപ്റ്റൻ. അതിപ്പോ ക്യാപ്റ്റൻസി അവർ മാറ്റുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും അവര് സഞ്ജുവിനെ കണ്ടിട്ടുള്ളത് ഒരു സീനിയർ പ്ലെയർ പ്ലസ് വിക്കറ്റ് കീപ്പറാണ്. സീനിയർ പ്ലെയർ എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് കഴിവുള്ളൊരു കളിക്കാരൻ. രാജസ്ഥാനെ ക്യാപ്റ്റൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ധോണിയുടെ കാലം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് അവസാനത്തെ സീസൺ ആയിരിക്കും ധോണിയുടെ. അത് കഴിഞ്ഞാല് ഇതുപോലത്തെ കുറച്ച് സീനിയർ പ്ലെയേഴ്സ് വേണം മുന്നോട്ട് പോകാൻ. ഇപ്പൊ ജഡേജ പോയി, രാജസ്ഥാനിലേക്ക് പോയി. ജഡേജ ആയിരുന്നു ധോണി കഴിഞ്ഞ ഏറ്റവും സീനിയർ ആയിട്ടുള്ള കളിക്കാരൻ.
പിന്നെ വേറെ ആരാണ് ഇപ്പൊ പിന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കുറെ ചെറുപ്പക്കാരാണ്. ഡിവോൾ ബ്രെവിസ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്, ആയുഷ് മാത്രേ, ഇവരൊക്കെ വളരെ ചെറുപ്പമാണ്. അപ്പൊ സഞ്ജുവിന് ആ ഒരു ലീഡർഷിപ്പ് റോളും കൂടി കണ്ടിട്ടാണ് അവരെടുത്തിട്ടുള്ളത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫൈനൽ ഇതിലേക്കൊന്നുള്ള ഒരു ഫൈനൽ ഫോറൊന്നും നമുക്കിപ്പം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഇത്തവണത്തെ ടീമുകളെ നോക്കുകയാണെങ്കിൽ ദിലീപ് ഒരു കൂടുതൽ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ടീമുകൾ എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരിക്കും. സെമിയിൽ എത്താൻ ഏറ്റവും സാധ്യത കാണുന്ന 2 ടീമുകൾ ഞാൻ ഇപ്പൊ നോക്കിയതിൽ ഏറ്റവും കുറവ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ഒരു സ്പോർട്ടിൽ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയാണ് നോക്കുക. ഇപ്പൊ ഒരു ടീമിന് 20 കളിക്കാരെ മാറ്റേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ ആദ്യത്തെ സെലക്ഷൻ തെറ്റായിരുന്നു. ഏറ്റവും കുറവ് മാറ്റങ്ങൾ വരുത്തിയവരാണ് ശരിക്കും സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഏറ്റവും കുറവ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് പഞ്ചാബ് കിങ്സും മുംബൈ ഇന്ത്യൻസും ആണ്. ഇവര് രണ്ടുപേരും കഴിഞ്ഞ സീസണും പ്ലേ ഓഫ് എത്തിയതാണ്. പഞ്ചാബ് ഫൈനലിൽ തോറ്റു. പക്ഷെ ഇത്തവണ അവർക്ക് കുറച്ച് അധികം വാശി ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒന്നാമത് റിക്കി പോണ്ടിങ്ങിന്റെ മെന്റാലിറ്റി ഒരു വിന്നറുടെ, ഓസ്ട്രേലിയൻ ആ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് ആണ്. പിന്നെ ശ്രേയസ് അയ്യർക്ക് അതിലേറെ വാശി ഉണ്ടാവും. താനിപ്പോ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നില്ല ലോകകപ്പ് ജയിച്ചപ്പോ. അപ്പൊ ടീമിലേക്ക് തിരിച്ചു വരണം, ഭാവിയിലത്തെ ക്യാപ്റ്റനായിട്ട് കൈ പൊക്കണം, ഇതൊക്കെ മനസ്സിലുണ്ടാവും. പിന്നെ അവർക്ക് അത്രയും നല്ലൊരു ഇന്ത്യൻ കോറും ഉണ്ട്. പല ടീമുകൾക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ഇന്ത്യൻ കളിക്കാരില്ല പല ടീമുകൾക്ക്. പഞ്ചാബിന് അതുണ്ട്. പിന്നെ മുംബൈ ഇന്ത്യൻസിന് ഇപ്പൊ ഒരു ഇന്നലെ മിനിഞ്ഞാന്നോ ജസ്പ്രീത് ബുംറ സെന്റർ ഓഫ് എക്സലൻസിലായിരുന്നു ബാംഗ്ലൂരു, ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വർക്ക് ലോഡ് ഇതൊക്കെ. പക്ഷെ കളിക്കുന്നതാണ് ഞാൻ കേട്ടത്. അപ്പൊ ഒരു ഫിറ്റ് ബുംറ ഉണ്ടെങ്കിൽ 12 കളിക്കാർ വെച്ചിട്ടാണ് മുംബൈ എല്ലാ കളിയും കളിക്കുന്നത്. അപ്പൊ അവർ ഉറപ്പായിട്ടും സെമി ഫൈനൽ മിക്സിൽ ഉണ്ടാവും തോന്നുന്നു. RCBയുടെ കാര്യം, ഹേസൽവുഡ് ഫിറ്റ് ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയായിരുന്നു അവരും എത്തുന്നു. പക്ഷെ ഹേസൽവുഡ് ഇല്ല. പിന്നെ യഷ് ദയാല് വേറെ ഒരു റേപ്പ് കേസ് ഇതൊക്കെ ആയിട്ട് പ്രശ്നങ്ങളായിട്ട് ഈ സീസൺ തന്നെ കളിക്കില്ല എന്ന് അവർ ഇപ്പൊ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഫ്രാഞ്ചൈസ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പകരം വരുന്ന മങ്കേഷ് യാദവ് അങ്ങനത്തെ കളിക്കാർക്കൊന്നും അനുഭവമില്ല ഈ ലെവലില്. അപ്പൊ അവരുടെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർക്ക് എങ്ങനെ കോപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇപ്പൊ KKRന് മുസ്തഫിസൂറിനെ അവര് വേണ്ടെന്ന് പറഞ്ഞു. ബംഗ്ലാദേശ്. പിന്നെ പകരം വന്നതല്ല, അല്ലാതെ മുസ്റബാനി വന്നിട്ടുണ്ട്. പക്ഷെ ആകാശ് ദീപ് ഔട്ടാണ് ഇഞ്ചുറി ആയിട്ട്. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങൾ, പല ടീമുകൾക്ക് ഈ ബോളിംഗ് ആണ് വലിയ പ്രശ്നം വരാൻ പോകുന്നത്. പിന്നെ ഹൈദരാബാദ് നോക്കിക്കഴിഞ്ഞാൽ ഹൈദരാബാദ് പിന്നെ എല്ലാ കളിയും 300 അടിക്കാൻ ശ്രമിക്കാൻ പോണ ഒരു ടീമാണ്. മറ്റേ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, മറ്റേ ഹെൻറി ക്ലാസൻ അങ്ങനത്തെ കളിക്കാരൊക്കെ ആയിട്ട്. പക്ഷെ അവർക്കും ബോളർമാരാരാ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആരുമില്ല. പിന്നെ 4മത്തെ ഒരു ടീം ഇപ്പൊ എന്റെ മനസ്സിലിപ്പൊ കാണുന്നത് ചെന്നൈയുടെ അനുഭവം കാരണം, പിന്നെ ആ ഒരു സഞ്ജുവിന്റെ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ട്. എപ്പോഴും ഒരു ഫ്രാഞ്ചൈസ് ഒരു സീസൺ എങ്ങനെ തുടങ്ങണു, അത് എത്രത്തോളം കളിക്കാർ ഫോമിൽ അവിടെ വരുന്നു എന്ന് അനുസരിച്ചിരിക്കും. അപ്പൊ ചെന്നൈ നന്നായി തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഒരു വാശി ഉണ്ടാവും. കഴിഞ്ഞ സീസൺ വളരെ മോശമായി കളിച്ചതിന്റെ ആ ഒരു വാശി ഉണ്ടാവും.